എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അന്ത കണ്ണാടിയും വെച്ചിട്ട് സുഖകാണും കളിക്കാൻ നേരം വന്നോണ്ടല്ലോ. ആ കഴിഞ്ഞു എന്താ കാര്യം പറഞ്ഞിട്ടോ അത് വിഷയം. അല്ലെ അടുത്ത കളി നീ ജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നീയാണ് കെട്ടില്ലോ ഞാൻ പറയും. എന്റെ വായി കേൾക്കും നീ. ഉറപ്പാണോ? ഉറപ്പാണോ അളിയാ? ലോകം മൊത്തം പറയും. തോൽവിന്റെ വിഷമങ്ങൾ ഗോകുവിന്റെ നെഞ്ചത്ത് കാല് എവിടെ മങ്കി ഫേസ് എന്ന് പറഞ്ഞോണ്ട് ഞാൻ ജോക്കിക്ക് വേണ്ടി ഈ റൈസ് എടുത്തു തരും. ഫസ്റ്റ് ആയിട്ട് ദിസ് ഈസ് ഫോർ ജോക്കി എന്ന് പറയണം. അതെ, ദിസ് ഈസ് ഫോർ ജോക്കി. അളിയ ജോക്കി കൂടി പോയ 5000 രൂപ തരും നിനക്ക്. കാരണം ഇതിനകത്ത് 5000 അങ്ങ് കുറയുമല്ലോ. ഇതെന്റെ കോൺഫിഡൻസ് ആവാ. ഇതെന്തിരുത് സൂപ്പർ വണ്ടി 13 ലാപ്പ് കറങ്ങും വണ്ടി. അടി കൂടെ കയറി പോയി. ഗോസ്റ്റിങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ഇടിച്ചിട്ടായിരുന്നു. നമ്മ പയ്യൻ ഈസ് ഫ്ലൈയിങ് എടാ, ഫ്ലൈയിങ്. അപ്പൊ എന്റെ പേര് മുത്തേ കൈ നിൽക്കുന്നില്ല. ഇത് എന്ത് വണ്ടി? കംപ്ലീറ്റ് നോക്കിയേ അടിക്കാം. എല്ലാം പോയി കാരണം ഐ ഡി ഇല്ലെങ്കിൽ എവിടെ തന്നെ വരുന്നു. ബോട്ടൊക്കെ ഏതോ മൂലയിലാ. ബോട്ടെന്തിയടാ അയറക്കാൻ പോയോ? വൈക്കോലാണോടാ? കണ്ടി കോട്ടിന്റെ കണ്ടി മിണ്ടുന്നില്ല കേട്ടോ. ഹലോ കേക്കാം ചേട്ടാ കേക്കാം. വർത്തമാനം പറയാൻ കേട്ടത് അതിന്റെ ഗോട്ടിന്റെ വൈക്കോല് തന്നെ വന്നു. കമ്പാക്ക് ഉണ്ടാവും. വെയിറ്റ് ചെയ്തിട്ടാ ഫേക്ക് കമ്പാക്ക് ഇല്ല, ഇത് ഒറിജിനൽ കമ്പാക്ക്. നമ്മുടെ പയ്യൻ ഈസ് ഫ്ലൈയിങ്. മനസ്സിലായോ? വെറുതെ ബാക്കിലുണ്ട്.
only 16 seconds away. മനസ്സിലായി ബാക്കിലുണ്ടെന്ന്. മിസ്റ്റേക്സോട് മിസ്റ്റേക്സ്. ചെക്കയുടെ മിസ്റ്റേക്ക് എന്റെ കയ്യിരിക്കുന്ന 5000 രൂപ മിസ്റ്റേക്ക് അടിക്കാൻ നേരെ ഓടിയതാ അങ്ങോട്ട്. അത് ആ തൂണി കൊണ്ടിരിക്കും. ഗോട്ടാണോ തുണിക്കൊണ്ടിടിച്ചത്? ഗോട്ടാണോ തുണിക്കൊണ്ടിടിച്ചത്? അതെ അതെ ചേട്ടാ അതെ. കുട്ടികൾ സന്തോഷം വെച്ചിട്ട് തോന്നുകയാണെന്നൊക്കെ. സന്തോഷം വെച്ചിട്ട് എന്താ അവസ്ഥ. നീ റേസ് കളിയാ, നീ റേസ് ജയിച്ചിട്ടുണ്ടല്ലോ കളിയാ. ഞാൻ അറിഞ്ഞിട്ടുള്ളത് കംബാക്ക് കിങ് കളിയാ 5 അല്ലളിയാ 10 എടുത്ത് 10 ആക്കിക്കോളിയാ ഇത്. ആ ചേട്ടാ അത് കുറച്ച് ഇവരെ പോപ്പിച്ചിട്ട് ഞാൻ പുട്ടുപോലെ അടിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ മക്കളെ. 10,000 രൂപയാടാ ചേട്ടൻ പൈസ ആക്കിയടാ. 10,000 ഓവർ കോൺഫിഡൻസ് ആവും ചേട്ടാ. 20 സെക്കൻഡ് 10 സെക്കൻഡായി. അത് നമ്മുടെ ചെറുക്കൻ മിസ്റ്റേക്ക് കാണിച്ചോണ്ടാ. ദൈവത്തെ ഓർത്തു വന്ന് വണ്ടിയിൽ എങ്ങാണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നാളെ വീട്ടിൽ കയറി വന്നിട്ട് കുഞ്ഞാണി വിളിച്ചാൽ സിപ്പിട്ടു. മനസ്സിലായോ? നീ അത് തുടരണ്ട കളിയാ. വീട് ഓർമ്മയുണ്ടോ? അവന് ഇഷ്ടപ്പെട്ടാ ഞാനൊരു കാര്യം പറഞ്ഞോടാ. നേരത്തെ ഇത് ഓഫ് ചെയ്തായിരുന്നു. ദീമാ ദീമാ അവനെ ഞങ്ങൾ സൈഡിലോട്ട് കയറ്റി വിടറാ. കയറ്റി വിടണ്ട. പോ ആ മൂലയിലാണ് പോയി. ഏതാ ഗോട്ട് എത്ര ഉണ്ടാ? എത്ര സെക്കൻഡ് ഉണ്ട്? കുറച്ചുള്ളൂ. ഇടയ്ക്ക് മറ്റേ പുല്ല് പറിച്ചത് ഞാൻ നിർത്തിയായിരുന്നു ഇടയ്ക്ക്. അയവറക്കം വന്നോടാ കോട്ടെ. മക്കളെ അവന് 23 സെക്കൻഡ് കുറവായി. 23 10 ಹೋಗು 10 അതൊരു വലിയ മിസ്റ്റേക്കാണ്. അത് കേറിയതാ. പട്ടി ഗോകു സ്ട്രീം നിർത്തി കേട്ടോ. അയ്യേ വാളം. ചേട്ടാ ഇറങ്ങിപ്പോയി തോണ്ട കേട്ട്. 24 സെക്കൻഡ്. ഡീമ ഇടിയറാ ഡീമ. ആരെയും കൂടെ വന്നിട്ടില്ല. ഞാൻ ഫുള്ള് ഒച്ചയ്ക്കാണ്.
ഭാഗത്ത് പോയത്. അളിയ അവിടെ നല്ല പച്ച പുല്ലുണ്ടളിയാ തിന്നെ. ഇല്ലടാ 26 ഏയ്, ഏയ്. അളിയ നിന്റെ തോല് സമ്മതിച്ചോളേ അത്. ഷൗട്ടക്സേ ഓ പറ അല്ല കാസ്ട്രം കൂടെ കാണിക്കുന്നു. ഈയെടാ, ഈയെടാ, ചെറുക്ക. ഞാൻ ഇരിക്കത്തില്ല ഇരിക്കത്തില്ല ആ, മേടിക്കാതെ. നല്ല പയ്യനാടാ നീ, എന്ത് നല്ല പയ്യൻ. ഹലോ, കൊള്ള. അളിയ ഗോകു അളിയാ ഈ കോമ്പറ്റീഷൻ മറന്നു കളിയാ നീ. മോനെ എടാ അവന് 23 സെക്കൻഡ് ആകട്ടടാ. ഇനി കാട്ടിപ്പോയാ? പോയി ഇടയ്ക്ക് വെച്ച് നീ ഭയങ്കര കളിയായിരുന്നു കേടാ. അവന്റെ പോയി നീ ഇപ്പൊ വാല് കളിക്കത്തില്ലടാ പോയി. കളിക്കാൻ തുടങ്ങി ഏത് ഗോട്ടടാ, ഏത് ഗോട്ട്, ഏത് ഗോട്ട്. $10,000 what comes in, what goes out. അളിയ 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 നീ 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 എന്തിനാ അളിയ 17 അക്സെപ്റ്റ് ചെയ്തേ? ഡോൺ ചേട്ടൻ എന്താ പറഞ്ഞേ? വേണ്ട ജോക്കി ചെയ്തോ. അമ്മ പയ്യന്റെ പേരെന്താ? ഞാനേ മറന്നു, ഞാൻ മറ്റേ ട്രാക്ഷൻ ഓഫ് ചെയ്ത കാര്യം ഞാൻ മറന്നു. അത് അളിയ എക്സ്ക്യൂസ് ഒക്കെ പലതും പറയില്ല. എക്സ്ക്യൂസ് ഞാൻ പറയില്ലല്ലോ, എന്റെ അത് ഞാൻ ഓഫ് ചെയ്ത് കളിക്കാറില്ല. പക്ഷേ ഇത് മിറാക്കിൾ. ഗോകു ബാക്കിൽ മിറാക്കിൾ. നമ്മുടെ ചെറുക്ക് ഇത്ര ഒരു സീരിയസ് ആയിട്ട് കളിക്കാത്തോണ്ടാ നോക്കാം. ഇറങ്ങി കളിക്കുന്നില്ല. ഞാൻ അത് ഓഫ് ചെയ്ത് കളിച്ച് പഠിച്ചിട്ടില്ല, മനസ്സിലായി. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. നമ്മള് ടാലി ആയി പോയില്ലേടാ, ഇനിയിപ്പോ ടാലി ആയി പോയില്ലേടാ. റിപ്പീറ്റ് അക്സെപ്റ്റ് ചെയ്യും. അല്ലല്ലേ ടാലി ആയി പോയില്ലേ? ഒന്നൊരു ഫൈനൽ മാച്ച് കളിക്കാം. അല്ല ഇതെന്തോ നീ പറഞ്ഞ എന്തുവായിരുന്നു? ഒരു എന്തോ പറഞ്ഞേ നീ മറ്റേ എന്താ പറഞ്ഞ എന്തുവായിരുന്നു? ഞാനിപ്പോ ഹാൻഡിക്യാപ്ഡ് ആണ്, കുഴപ്പമൊന്നുമില്ല നമുക്ക്. കഴിഞ്ഞ കളി നീ എന്തോ ഹാൻഡിക്കപ്ഡ് അല്ലായിരുന്നു? പക്ഷെ ഞാൻ ഓർത്തില്ല കഴിഞ്ഞ കളി. കഴിഞ്ഞ കളി നിനക്ക് നിനക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ കളി ജയിക്കാൻ പറ്റുമെങ്കിൽ ഈ കളി നിനക്ക് ജയിക്കാം. അത് ഓഫ് റോഡ് വണ്ടിയാണ്, ഓഫ് റോഡ് വണ്ടിയല്ല, സ്പോർട്സ് കാറാണ്. ആക്ഷൻ ഇല്ല എനിക്ക്. നിന്നെ കൊണ്ട് ഓരോ മെല്ലെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് മെല്ലെ ലൈവിൽ കാണിക്കാൻ വേണ്ടി ഡ്രിഫ്റ്റിന് വേണ്ടിട്ട് ഓഫ് ചെയ്തത്. പിന്നെ മാറി
പിന്നെ ദേവസ്യേട്ടൻ ഞാനങ്ങോട്ട് ഓക്കെ അളയാ പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് മറ്റേ എന്തോ പച്ചപ്പുല്ലിയാണ് ഇവിടെ നിർത്തുന്നേ. അയ്യ നമ്മ ഫ്ലൈയിങ് ഇടേ ഫ്ലൈയിങ്. നിങ്ങളെ കുറച്ചു നേരം ബോറടിക്കുന്ന ഈ കണ്ണടച്ച് ഓടിയതാ. നിങ്ങളുടെയൊക്കെ ഡോണേറ്റിന്റെ മാസ് ഡയലോഗുകൾ നോക്കി വേണ്ട അവൻ കേറുന്നു. ഞങ്ങളെല്ലാം വിശ്വാസം അവൻ തകർത്തു കളഞ്ഞു. ഞാൻ ആന്റിക്കാർഡും അല്ലായിരുന്നെങ്കിൽ ഒരുമാതിരി നീ മറ്റേ ഇത് ഡയലോഗ് അടിക്കല്ലേ, നീ മറ്റേ ഡയലോഗ് അടിക്കല്ലേ നീ. സെറ്റിംഗ്സ് മാറ്റിട്ട് ഒരു മാച്ച് കൂടെ വെച്ചോ അടുത്തത്. സച്ചിൻ എന്താ മോശം കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് ഗ്രിപ്പിടാറ് കളിച്ചോണ്ടാന്ന് പറഞ്ഞ കണക്കായി പോലെ ഇത് കൂടുതലായി എക്സ്ക്യൂസ് ഇറക്കല്ലേ നീ. നീ വെളിയിരുന്ന് കളിക്കുന്നത് നിനക്ക് മനസ്സിലാവൂല. അളയാ വെളിയിരുന്ന് കളിക്കുന്നതിന് ഞാനാളിയാ പൈസ ഇടാന്ന് പറഞ്ഞ മനസ്സിലായോ? നിന്റെ പൈസ അല്ല, നീ ഇവന്റെ പൈസ അല്ല, ഞാനാ പൈസ ഇടാന്ന് പറഞ്ഞ. അതൊന്നും എനിക്കറിയണ്ട, അത് നിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ഇറ്റ് വാസ് യുവർ ഫ്രീക്കിംഗ് റെസ്പോൺസിബിലിറ്റി, എന്റെ അല്ല. ഞാൻ കളിച്ച് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് എന്ത് പറ്റി. ഞാൻ തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മ പയ്യൻ ഈസ് ഫ്ലൈയിങ്. നീ അല്ലേടാ കണ്ടി പറഞ്ഞ് കോട്ടിന്റെ കണ്ടി ആ ഗ്ലൗസ് എടുത്തിട്ട് മമ്മിക്ക് മുളകരിയാൻ വേണ്ടി കൊടുത്തേ. അവൻ പോയടാ, അവൻ സ്കൈഡാക്സ് ഒക്കെ പോയി. അയച്ചി കോക്കും അവനൊക്കെ വഴിവെട്ടി ഓടി. അവനൊക്കെ സ്കൈഡാക്സ് ഒക്കെ പോയടാ. അളിയാ ഒരു തോല് എടാ എന്റെ ആ ഒരു ട്രസ്റ്റ് നോക്കണേടാ. 5-ന്ന് 10 ആക്കി നമ്മളൊക്കെ ധൈര്യത്തിൽ നമ്മൾ നിർത്തിയെ കൊടുത്തായിരുന്നു ഒരു അടുത്ത എടാ 10 സെക്കൻഡ് നിർത്തി കൊടുത്താലും പിന്നെ 39 സെക്കൻഡ് ഉണ്ട്. വണ്ടി നിർത്തിയേ. വണ്ടി നിർത്തി എന്റെ സെറ്റിംഗ്സ് മാറി കിടക്കാം. അളിയ ഇത് നമ്മള് മനസ്സിലായാളിയാ, നിന്റെ ഓഫായി കിടക്കുന്ന മനസ്സിലായി. ഇതിനെ 100 വട്ടം പറയല്ലേ അളിയാ. ഇതൊക്കെ ഓണായി കിടന്നാണ്ടല്ലോ, എന്നെ തൊടൂലല്ലോ. അല്ലേ ഇതിപ്പോ തൊടുകയും ചെയ്തു, തോപ്പിക്കുകയും ചെയ്തു, ബെറ്റിന്റെ ഇത് നില്ലാവുകയും ചെയ്തു. കുഴപ്പം കണ്ടി എവിടെ പോയേക്കായിരുന്നു? വെള്ളം കുടിക്കാൻ വേണ്ടി പോയ ചേട്ടാ. നമ്മൾ കണ്ടീന്ന് പോലെയാണ് കുടിക്കുന്നത്. എന്താ ഇത്? എത്ര മിസ്റ്റേക്കാണ്. നമ്മളെങ്ങനെയാ ഈകളെ ഓടിക്കുന്നത്? ട്രാക്സിലൊക്കെ ഉണ്ടോ? ഓഫാ അല്ലേ? നമ്മുടെയൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ മൈ പെയിൻ ഈസ് ഫ്ലൈയിങ്. അങ്ങനെ ഓടിച്ച് പഠിച്ചോണ്ട് അങ്ങനെ പറ്റും. ശീലങ്ങൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഗോകു ഉണ്ടല്ലോടാ നായ്. എടാ നാറിയാടാ ഗോകു. നീ ആ ടൈമർ ഓഫ് ചെയ്തടാ. നീ എന്തിനു പറയണത്? അത് കാണിക്കുന്നില്ല. ഒത്തിരി ദൂരെയാണെങ്കിലല്ലേ കാണിക്കാത്ത. ഞാൻ 77 ഉണ്ടോ?
ഓഫ് ചെയ്യുന്നത് സെറ്റിംഗ്സിൽ പോയിട്ടേ. അല്ല മോനെ നീ അവിടെ 2 റൗണ്ട് എടുത്തോടാ. 2 റൗണ്ട് നീ റാ പോലെ വരച്ചു. എന്നാലും ഷോട്ടെക്സ് ഉണ്ടോടാ അവിടെ ഉരുട്ടിക്കൊണ്ട് നടക്കുക. അളേ ഗോകു യുകെയില് സമ്മറാണോടാ? ചൂടാളിയാ ഇന്നത്തെ എല്ലാവരും സ്റ്റിയറിംഗ് വീലിലാണ് ആകാശം കളിക്കുന്നത്. എല്ലാവരും സ്റ്റിയറിംഗ് വീലിലാണ് കളിക്കുന്നത്. കൺട്രോളർ എന്താടാ അങ്ങനെ സംഭവിക്കണം? ഗോകു അതല്ല ഗോകുത്തെ ഇവിടെ എനിക്ക് വിഷമം അല്ലടാ കാസ്ട്രോ വിഷമം കൊണ്ടേ. അല്ലെ ഗോകുല് ബാക്കിൽ അടുത്ത് വന്നാൽ എനിക്കൊരു വാശിയുള്ളൂ. ഞാൻ അവിടെ വണ്ടി നിർത്തി കൊടുത്തിട്ട് പച്ചപ്പുല്ല് ചവയ്ക്കാൻ വേണ്ടിട്ട് അടുത്ത് വന്നാലൊരു വാശിയുള്ള എനിക്ക്. അടുത്ത് വന്നാലും എനിക്കൊരു വാശിയുള്ളൂ. പക്ഷെ പോലും അടുത്ത് വരും തോന്നുന്നില്ല. അതാണ് പ്രശ്നം. ഇല്ല എനിക്ക് ഇത് കാണിക്കണമെന്നില്ല. ഈകളെ ഞാൻ നിർത്താം, ഒപ്പം പോവാ. ഈകള് നിർത്തിയല്ലേ അല്ല ക്യാപ്റ്റൻ മനസ്സിലായില്ലേ? അടിച്ചോ ഡോണ്ടർ പോയോ? വഴിവെട്ടിവിടെയല്ല എനിക്ക് ഡിസ്കണക്റ്റഡ്. എടാ സോയി ഇതിനൊക്കെ ഇപ്പഴേ ഇരിക്കാനും തുറ. നിങ്ങളൊക്കെ ഒരു ലാപ്പ് മുമ്പിലല്ലേ? നിങ്ങള് അപ്പോഴെങ്കിലും ഇടിക്കാൻ പറ്റും. അവൻ ഇനി ഒരു ലാപ്പ് മുന്നിലാണേലും പുറയിലാണല്ലോ അവൻ ഇടിക്കും. ആ ആരെയും പറയണ ഇപ്പൻ നിനക്ക് യോഗ്യത കടിയുമാണ്. തട്ടാൻ നേരത്ത് നീ ഇടിച്ച് മറ്റേ തോട്ടിക്കളയാണ്. ഞാനെന്തെങ്കിലും ധാരണമായിട്ട് ഞാൻ ട്രൈ ചെയ്തു എക്സ്ട്രീം ലെവലേ. അത് സമ്മതിക്കണം കേട്ടോ, അത് സമ്മതിക്കണം. അത് നീ ലാസ്റ്റ് വരെ ട്രൈ ചെയ്തു. ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട് തിരിച്ചു വന്ന് നമ്മളെ അത്രയും കിടിലായിട്ട് വന്നെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെ നമ്മൾ ക്ഷത്രിയ മനസ്സിലായി. നമ്മുടെ വിട്ടത്തില്ല ഞാനേ ഓടിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് ഓടിക്കാൻ പോലും പറ്റത്തില്ല. ഓടിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായ എനിക്ക് ഗിയോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമില്ല മനസ്സിലായ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഈ സെറ്റിംഗ്സിൽ ഞാൻ കളിക്കാത്ത ഞാൻ ഇതിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ കഴിവ്. ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നേ? കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല. നീ ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ഒരുത്തന്റെ സെറ്റിംഗ്സ് മാറി എന്നിട്ട് അവന്റെ അടുത്ത് ഇരുന്ന് ഡയലോഗ് അടിക്കാൻ നാണം ഉണ്ടാളിയാ. കുറച്ച് ഉളുപ്പുണ്ടാളിയാ നിനക്ക്. നമ്മള് ഫാസ്റ്റ് റൈസ് ഇട്ടു, നോർമൽ ഇട്ടു, അതല്ല ഞാൻ കഴിഞ്ഞ കളിയാ മാറ്റി. കഴിഞ്ഞ കളി
പറയേണ്ട ആവശ്യമുണ്ടോ? അത് എനിക്കറിയണോ? ഡയലോഗ് അടിക്കല്ലേ ഞാൻ തോറ്റിക്കേണ്ട ഓക്കെ ഡയലോഗ് അടിച്ചൂടെ? അതെന്താ ഡയലോഗ്? നിന്റെ ഈ വർഷം സെറ്റിംഗ്സ് മാറി കിടക്കാനുണ്ട് ഞാൻ നോക്കണ്ട ആവശ്യമുണ്ടോ? ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന സെറ്റിംഗ്സ് അല്ല ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടി 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 അയ്യേ ഞാൻ തോറ്റു ബ്രോ മതി മതി ബ്രോ മതി ബ്രോ മതി. ഗിവ് അപ്പ് ചെയ്യില്ല മനസ്സിലായി ഞാൻ ഗിവ് അപ്പ് ചെയ്യത്തില്ല അയ്യേ ഞാൻ ഹാൻഡിക്യാപ്ഡ് ആണ് അതുകൊണ്ടാണ് നീ സന്തോഷിക്കുന്നുള്ളത് നീ ഒന്ന് വിചാരിക്കണം ഞാൻ ഒരു കൈ വെട്ടിയാണ് കെട്ടിയാണ് കളിക്കുന്നത് വിചാരിച്ചാൽ എന്റെ ഔദാര്യം നീ രണ്ട് കൈയും കെട്ടിക്കളിയാ. എന്റെ സെറ്റിംഗ്സ് ശരിയാണെങ്കിൽ ഓരോരുത്തരും എന്നെ തൊട്ടില്ല മനസ്സിലായില്ലേ ജോക്കി ഇതാണോ നിങ്ങളെ എക്സ്ക്യൂസ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്നാ പിന്നെ ഗോട്ടിന്റെ സെറ്റിംഗ്സ് മാറിയിട്ട് ഒരു കളി കൂടെ കളിക്കാം. ഒരു കളിയിൽ കളിച്ചിട്ടേ പോകണല്ലോ നമ്മൾ ഇവിടുന്ന്. അത്രേ ഉള്ളൂ നിങ്ങൾ ഇതിനൊക്കെ വേണോടാ, ഇതിനൊക്കെ നമ്മൾ മുതിരണോ? പേടിയുണ്ട് കേട്ടോ, പേടിയുണ്ട് കേട്ടോ. പേടി ഒരു പേടിയില്ല. എനിക്കൊരു പേടിയില്ല. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്താ ഓഫ് കിടക്കുക ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ വെറും എക്സ്ക്യൂസ് ഇല്ല ഇല്ല ഇല്ല. ഫുഡേക്ക് പോയ ടൈമിൽ കളിക്കുന്നത് സ്റ്റെബിലിറ്റി ഒപ്പൊക്കെയാണ്. ലൈവ് എടുത്ത് നോക്കിയാൽ മതി ഞാൻ അത് ഓഫ് ചെയ്ത് കാണിച്ചിട്ടു ചേട്ടൻ അങ്ങോട്ടൊരു കാര്യം ഓഫ് ചെയ്തു ന്യായത്തിന്റെ ഭാഗത്ത് അത്രേ ഉള്ളൂ. പക്കായിട്ട് ഞാൻ ഇതാക്കാണെങ്കിൽ ഞാൻ പറയും ഞാൻ തോറ്റു ഞാൻ ഒരു കാര്യം പറയട്ടെ കളിയാ. റേസ് ഉറങ്ങി പകുതി എത്തിയപ്പോഴാണ് നീ പറയുന്നത് 5-10 ആക്കുന്നെങ്കിൽ ആക്കിക്കോന്നും പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്. പക്ഷെ ഞാനേ എനിക്ക് കാർ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോഴേ ഞാൻ ആലോചിച്ചു സാധനം ഓഫാകും ഞാൻ ഡയലോഗ് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ഓർത്തത് 10,000 മൈനസായി മനസ്സിലായില്ലേ അത് ഞാൻ സമ്മതിച്ചു തരും നില്ലായി ഞാൻ കാരണം കാസ്ട്രോ കയറ്റി വിട്ട് തിരിച്ചു കാസ്ട്രോ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഞാൻ സ്ലോ ഒക്കെ ആയിരുന്നെങ്കിലോ ഒപ്പത്തിനൊപ്പം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഇരിച്ചെന്ന് എന്താണ് ഗ്യാസ് സ്റ്റോറി പോയി? ചേട്ടാ അവർക്ക് പെണ്ണിന്റെ സൗണ്ട് ഏത് ചേച്ചി? അളിയാ അളിയാ നീ ഫ്രണ്ടിലാട്ടോ അളിയാ ഇപ്പം അളിയാ സ്പീഡിൽ പോണേ അളിയാ ഈ സാധനം ഓടിക്കാൻ പോലും പറ്റത്തില്ല അളിയാ നീ ഫ്രണ്ടിലാണേ അളിയാ നീ ഫ്രണ്ടിലാണേ ഓ അളിയാ ഓ അളിയാ എനിക്ക് ഓടിക്കാൻ ഇതിൽ വെച്ചിട്ട് പറ്റിയെങ്കിൽ എനിക്ക് ഓടിക്കാൻ പോലും പറ്റത്തില്ല മനസ്സിലായോ വേടാ കണ്ടി വിളിച്ചോണ്ടിരിക്കുന്നേ. നിനക്ക് ഞാൻ ഹാൻഡിക്രാഫ്റ്റ് ആയതുകൊണ്ട് മാത്രം നിനക്ക് സന്തോഷിക്കാൻ പറ്റും മനസ്സിലായില്ലേ ആ രക്ഷപ്പെട്ടവരുണ്ട് ചേട്ടന്റെ പേടി. ആണ് ആ അത്ര ഗോഡ്. നമ്മള് ഒരു കാലും കൈയും കെട്ടിയിട്ടാണ് ഇപ്പൊ ഓടിക്കുന്നത് മനസ്സിലായില്ലേ നേരത്തെ കൈ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ കാലുമായി. നേരത്തെ ഒരു കൈ മാത്രമാണ് ഇതിപ്പോ കാലും കെട്ടിയ ഇങ്ങനെ ഞാൻ ഇതൊക്കെ എപ്പ കെട്ടുന്നറിയാ ഇതൊക്കെ എപ്പ കെട്ടുന്നോ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അപ്പൊ കാലും കൈ കെട്ടാ കുലുങ്ങിന്ന് പറഞ്ഞോണ്ട് കളി തോറ്റ് പേടിച്ചു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. തോക്കുന്നതിന്റെ നമ്മുടെ ചെറുക്കനും കഴിഞ്ഞാലും തോറ്റ് അവൻ വാ തുറന്നിട്ടില്ല അവൻ. പക്ഷേ അവന് സെറ്റിംഗ്സ് ഒന്നും മാറിയിട്ടില്ല മനസ്സിലായ അവൻ വാ തുറന്നിട്ടില്ല. ഞാൻ മാറ്റിയത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. അത് നീ മാറ്റിയതാണ് അത്. അത് നീ അളിയാ ഞാൻ 10,000 മൈനസ് ആക്കി മനസ്സിലായില്ലേ പക്ഷെ എന്റെ കഴിവുകൾ ഉണ്ടല്ലോ ഈ തോക്കുന്നു മനസ്സിലായ എന്നാ അടുത്ത കളിയില് ഫസ്റ്റ് അടിക്കുന്ന ആദ്യം അത്രേ ഉള്ളൂ. ഡബ്ല്യു ഡോൺ ചേട്ടൻ എല്ലാവർക്കും കൂടെ ഉള്ളതാണോ? എല്ലാവർക്കും ആരും നീ കഴിഞ്ഞ ഒരു 5 കളിയായിട്ട് ഇല്ല ടീമായി ഫ്രെയിമില്. ഞാൻ ഇവിടെ വിടാണ്ടിരിക്കാതെ ഇവിടെ എന്റെ ലൈവ് നോക്കിയാൽ ഞാൻ ഓടിക്കുന്ന രീതി. എനിക്ക് മോശക്ക് എന്ന് അടക്കേണ്ടത് നിന്റെ അടുത്ത് EMI പറ എന്ന് അടക്കേണ്ടത് എടാ നീ മോശം EMI ഒക്കെ എടുത്ത് വെച്ചിട്ടാണോടാ EMI ഒന്നുമല്ല.
അല്ല നീ മോശം പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടാണോ നീ റേസിംഗ് ഒന്നും കളിക്കാതെ? ഇവൻ നാഗം ബാംഗ്ലൂർ പോയിക്കായിരുന്നു. ഗോകുലെങ്കിലും വിളിച്ച് കളിച്ചൂടെ? പക്ഷേ ഈവനും നൈസ് കേട്ടോ. നീറ്റ് ഡ്രൈവ് നീറ്റാണ്. എന്തോടെ കേട്ടില്ല. ഇനി ഒരാളും പറഞ്ഞു നീ നല്ലോണം കളിക്കുന്നെന്നും പറഞ്ഞു കേട്ടോ. നല്ലോണം കളിക്കണം. അളിയാ, അല്ല അളിയാ, ഗോകു. വിളിച്ചിട്ട് എന്തോ അതാ പറഞ്ഞതുപോലെ നീറ്റ് ഡ്രൈവിംഗ് ആണ്, നീറ്റ് ഡ്രൈവിംഗ് ആണ്. നീറ്റ് ഡ്രൈവിംഗ് ഓഫ് റോഡൊക്കെ വണ്ടി കൺട്രോൾ ഗോകു അളിയാ, വണ്ടി പോയി കൈ ഓട്ടോറിക്ഷ പൊളി പൊളി. ഗോകു അളിയാ, കളിയാ. കൈയും കാലും വന്ന മറ്റേ കാലും കൂടെ കെട്ടി കളിയാ. സമയം ഉണ്ടായിരുന്നു ഇത്രയും കെട്ടിയായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ലളിയാ, അത് അളിയാ അളിയാ ഞാനൊരു കാര്യം നീ അടുത്ത കളി നീ വാ, എനിക്ക് കാണാം. അത്രേ ഉള്ളൂ. നമ്മ പയ്യൻ ഫ്ലൈയിങ് ആണേ, നമ്മ പയ്യൻ ഫ്ലൈയിങ് ആണേ. സംസാരം നീ അടുത്ത കളിയിൽ കാണണം എനിക്ക്. ആര് പ്ലേ ചെയ്താലും ക്യാപ്റ്റൻ ഇപ്പൊ ഫിനിഷ് ചെയ്യും. നമ്മള് വിട്ടി കൊടുത്തില്ലേ ചേട്ടാ. അങ്ങനെ വല്ല ചേർക്കാൻ കളിച്ചാണ്. സൂപ്പർ കാർ വിട്ടുകൊടുത്തതല്ല ഗ്യാസ് കളിച്ച ഞാൻ ഗ്യാസ് ഇതിൽ നിർത്തി തന്നു. ഞാൻ വീണ്ടും കേറി എടാ ഗ്യാസ്ട്രോ ഞാനൊരു കാര്യം പറയട്ടെ, നീ മറ്റേ മോശമൊക്കെ ഇട്. ആ നീ മറ്റേ എന്ത് ലോജിടെക് ബീച്ച് ടട്ടിൽ ബീച്ച് എടുക്കാൻ പോകില്ല? അത് കിട്ടിയിട്ടില്ല. പാട്ടി എന്താണ് കാര്യമില്ലല്ലോ നോക്കൂ. പടല്ലേ ആ കഴിഞ്ഞു റേസ് ചെയ്ത് എന്താ കാര്യം എന്താ? ലാഭിക്കുക. ആ ഞാൻ ലാസ്റ്റിലാപ്പ ഞാൻ അത്രേ ഉള്ളു. ഫ്രെയിം ചെയ്ത് അടുത്തൊരു മാച്ച് ഉണ്ടെങ്കിൽ അതെന്റെതാ. എടാ ഒരു പോയിന്റ് മൈനസ് ചെയ്തരാ നിന്റെ അത് മനസ്സിലായി. ഇപ്പൊ എങ്ങനെയായിരുന്നു നീ സെക്കൻഡ് ഫസ്റ്റ് ബാക്കിയെല്ലാം ഡീല. ദിസ് ഈസ് ഫോർ ജോക്കി യു സ്റ്റുപ്പിഡ് മങ്കി ഫേസ് ഗോഗു. പറഞ്ഞിട്ടോ അത് വിഷയം. അല്ലെ അടുത്ത കളി നീ ജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നീയാണ് കെട്ടില്ലോ ഞാൻ പറയും. എന്റെ വായി കേൾക്കും നീ. ഉറപ്പാണോ? ആ ഉറപ്പാണോ അളിയാ? ഉറപ്പാ. ഈ ലോകം മൊത്തം പറയും. ഞാനും പറയും. ടോട്ടൽ ഇനി പോയിന്റ് ഞാൻ ഇത്ര ഡയലോഗ് അടിച്ചല്ലേ. ഞാൻ ഒരു കാര്യം നോക്കട്ടെ, ഞാൻ ഓഫാണോ നോക്കട്ടെ. നോക്ക്. ഞാൻ നോക്കട്ടെ എന്റെ എന്താണ് ഞാൻ ഓഫ് ആണെങ്കിൽ സ്പീഡോമീറ്ററിൽ കാണിക്കും. മറ്റേ സ്പീഡോമീറ്റർ ഇല്ലേ ഓഡോമീറ്റർ ഇല്ലേ അതാണ്. അതിൽ STM മറ്റേ PC എന്റെ രണ്ടും ഓൺ അട്രാക്ഷൻ ഇത് TCR രണ്ടും ഓഫാ. ഞാൻ ഓഫ് ആയിട്ട് കളിക്കുന്നത്. ഇനിയിട് ഞാൻ അല്ലാത്ത വേണോ? എന്തരാ തീർന്ന് അയ്യോ അത് സ്റ്റെബിലിറ്റി കാര്യമുണ്ടോ ഗോകു? നീ സ്റ്റെബിലിറ്റി ഇട്ട കാര്യമുണ്ടോ? ഞാൻ ഇന്നേ ഇട്ടിട്ടില്ല അവസാനം ഓഫാ. നീ സ്റ്റെബിലിറ്റി ഇട്ടാലും ഇട്ടില്ലേ മൂന്നാമത് നാലാമത് ഓഫാ. കളിക്കാനല്ല അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്യുമ്പോ കുറച്ചുകൂടെ സ്മൂത്ത് ആകത്തേ ഉള്ളൂ. ആണോ? ഓണാക്കി നോക്കട്ടെ. ഓഫാക്കിട്ട് കളിക്കുന്ന നല്ലത്. അല്ല നീ ഓഫില് ശീലിച്ച് ഞാൻ പറഞ്ഞ ഈ ഗെയിംസിലൊക്കെ അസിസ്റ്റ് ഉണ്ടോ? കുറെ അസിസ്റ്റ് ഇല്ലാത്ത കുറെ റോ ഗെയിംസ് കളിക്കുമ്പോ അതില്ലാതെ കളിക്കുന്നത്. ഞാൻ ഇത് ഓൺ ചെയ്ത് കളിച്ച് ശീലിച്ചോണ്ടാണ് ഇട്ടേക്കുന്നത്. ഓഫായി കളിക്കുന്നതല്ല വേണ്ട ആണോ? മഞ്ഞാണ് വേണോ? മഞ്ഞ് വേണ്ടല്ലോ. മഞ്ഞ് വേണ്ട. 150 കിലോമീറ്റർ റേസ്